ഹായ്, ഞാൻ മോളി ബക്കർ. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലാക്കിയാലോ. എപ്പോഴും നമ്മൾ കേരള ഫുഡ് മാത്രം കഴിച്ചാൽ പോരല്ലോ, തമിഴ്നാട്ടിൽ കഴിയുന്ന നമ്മൾ തമിഴ്നാട് ഫുഡും കഴിക്കണ്ടേ. അപ്പോൾ വാ കാണിച്ചു തരാം. ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് പൊങ്കലും തക്കാളി ചോറും ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പൊങ്കലിനുള്ള അരിയാട്ടോ, പച്ചരിയും ചെറുപയർ പരിപ്പും. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് അരിക്ക് ഒരു 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ്. അതിനുള്ള ഇതാട്ടോ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുരുമുളക്, ചെറിയുള്ളി, കറിവേപ്പില. ഇത് നമ്മുടെ തക്കാളി ചോറിനുള്ള കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി. ഇത് നമ്മുടെ നിലക്കടല തക്കാളി ചോറിനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ പൊങ്കലുണ്ടാക്കുക. നെയ്യിലേക്ക് കടുക്, ജീരകം ഇട്ട് ബാക്കി നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം വറുത്തെടുക്കാം കേട്ടോ. അപ്പം നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പൊട്ടി തെറിക്കുന്നു മേലൊക്കെ, നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകം ഇട്ടത് ശേഷം ബാക്കി നമ്മൾ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി മാറ്റി വരുമ്പോൾ അതിൽ കുരുമുളക്, കറിവേപ്പില ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ, അയ്യോ ഞാൻ കുറച്ച് ഉഴുന്നും പരിപ്പ് ഇടാൻ മറന്നുപോയി. ഉഴുന്നും പരിപ്പ് രസിടണേ. കുറച്ച് ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കരിഞ്ഞു പോകരുത്, വാങ്ങിയെടുക്കാം കേട്ടോ. ഒന്ന് മുന്തിരി പൊന്തി വന്നാൽ മതി. അതിനകത്തിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം നല്ലോണം ഒഴിക്കണം കേട്ടോ. അധികം വെള്ളം ഒഴിക്കണേ. നമുക്ക് ചോറ് പോലെയല്ല, നല്ല കുഴഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ വെള്ളം നല്ലോണം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് അത് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വന്നാൽ മതി കേട്ടോ. പച്ചരിയല്ലേ, വേഗാവും. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറായി കേട്ടോ, നമ്മുടെ മുട്ടയായി. ചോറ് നമ്മൾ വാർത്തെടുക്കാം. എന്നിട്ട് നമ്മൾ കടുക്, ഉഴുന്നും പരിപ്പ്, തുവരപ്പരിപ്പ് ഒക്കെ ഇട്ട് വറുത്ത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, നിലക്കടല, ഇത്ര സാധനമായിട്ട് ഇടുന്നത്. ഇതിട്ട് നല്ല മൂത്ത് വരുമ്പോൾ കുറച്ച് ചാറ്റ് മസാല, ഒരു പിഞ്ച് ചാറ്റ് മസാല, ഒരു പിഞ്ച് കായം, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതും കൂടെ നല്ലോണം വഴക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചോറിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ തക്കാളി ചോറ് റെഡി. അങ്ങനെ നമ്മുടെ പൊങ്കലും റെഡി, തക്കാളി ചോറ്. നമ്മുടെ കാടമുട്ട ഒന്ന് ഉണക്കിയെടുത്താലോ. ഇതാ കാടമുട്ട അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലഞ്ച് പാക്ക് കേട്ടോ.